എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ ഉദ്ദേശിക്കുന്നത് റിവിഷൻ വർക്ക് തുടരാൻ തന്നെയാണ്. +2 എക്കണോമിക്സിലെ മൈക്രോയിലെ 3ാമത്തെ ചാപ്റ്ററും അതുപോലെ മാക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്ററും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ പാറ്റേൺ, ഇതൊക്കെയാണ് നമ്മൾക്കിന്ന് പരിചയപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ ടെക്സ്റ്റ് ബുക്കിലെ മധ്യഭാഗത്ത് വരുന്ന ചാപ്റ്റർ എന്നതിനപ്പുറം അതിന് കുറച്ചുകൂടി വെയിറ്റേജ് കൂടി കാണാം. അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നിടത്ത് പ്രൊഡക്ഷൻ ഫങ്ഷൻസ്, ഷോർട്ട് റൺ, ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻസ്. ഷോർട്ട് റണ്ണിലാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ലോ ഓഫ് റിട്ടേൺസ് ടു എ ഫാക്ടർ എന്നും പറയും. ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻസ് ഉണ്ട്, റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്, ഇതിൻ്റെ കാൽക്കുലേഷൻസ്. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് തന്നിട്ടോ ആവറേജ് പ്രോഡക്റ്റും ടോട്ടൽ പ്രോഡക്റ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെ പറയുന്ന ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, ടോട്ടൽ ആവറേജ് ഫിസിക്കൽ പ്രോഡക്റ്റ്, അങ്ങനെ പറയുന്ന കാൽക്കുലേഷൻസിൻ്റെ ഷെഡ്യൂളുകളൊക്കെ അതിൽ നിന്ന് വരാറുണ്ട്. ഇനി ആ ചാപ്റ്ററിലെ അവസാന ഭാഗമായിട്ടുള്ള കോസ്റ്റ്, എന്താണ് കോസ്റ്റ്? അപ്പോൾ ഷോർട്ട് റൺ കോസ്റ്റും ലോങ് റൺ കോസ്റ്റുകളും. ഷോർട്ട് റൺ കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഷോർട്ട് പീരീഡിൽ ഒരു ഉൽപ്പാദകർക്ക് എല്ലാ ഉൽപ്പാദന ഘടകങ്ങളും മാറ്റം വരുത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ മാറ്റം വരുത്താൻ കഴിയുന്നതിനെ വേരിയബിൾ കോസ്റ്റ് എന്നും, മാറ്റം വരുത്താൻ സാധിക്കാതെ സ്ഥിരമായി പോകുന്നതാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും. പിന്നീട് അവിടുന്ന് ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതുപോലെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, അങ്ങനെ പറയുന്നതിൻ്റെയൊക്കെ കാൽക്കുലേഷൻസ്. പലപ്പോഴും ഒരു ഷെഡ്യൂൾ തന്ന് അത് ഫില്ല് ചെയ്യാൻ അങ്ങനെയുള്ള കാൽക്കുലേഷൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്നതാണ്. അങ്ങനെയുള്ള കാൽക്കുലേഷൻസൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് മുൻ വർഷങ്ങളിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടുമ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ അവിടെ ആവറേജ് ഫിക്സഡ് കോസ്റ്റിൻ്റെ കാൽക്കുലേഷൻ്റെ ഇക്വേഷൻ എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റിനുള്ളത് എങ്ങനെയാണ്, ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയും SAC, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് SMC, അങ്ങനെ പറയുന്ന കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഭാഗത്ത് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നീട് അപ്പോൾ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വലിയൊരു ഭാഗവും വന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് റൺ കോസ്റ്റുകളെ കുറിച്ചാണ് അവിടെ പറയാതെ പോകുന്നത്. ലോങ് റൺ കോസ്റ്റിൽ എല്ലാ ചിലവുകളും വേരിയബിളാണ്. അപ്പോൾ ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിലെ വേരിയബിൾ കോസ്റ്റാണ്, അവിടെ ഫിക്സഡ് കോസ്റ്റ് ഇല്ല. സ്വാഭാവികമായിട്ടും അവിടെ കാൽക്കുലേഷൻസൊക്കെ എളുപ്പവുമാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻസ് ഉണ്ടാവും. ആവറേജ് കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും ഇതിൻ്റെ എല്ലാം ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ Y ആക്സിസിൽ എപ്പോഴും കോസ്റ്റുകൾ കൊടുക്കുക, X ആക്സിസിൽ ഔട്ട്പുട്ട് എന്നുള്ളതും കൊടുത്തുകൊണ്ട് വേണം ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ മാക്രോ എക്കണോമിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയിൽ വളരെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. ഫങ്ഷൻസ് ഓഫ് മണി, അല്ലേ, മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, സ്റ്റോർ ഓഫ് വാല്യൂ, മെഷർ ഓഫ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഫങ്ഷൻസ് ഓഫ് മണി, അതിനെക്കുറിച്ച് ഭാഗങ്ങളുണ്ട്. പിന്നീട് അതിലെ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി. അപ്പോൾ ഡിമാൻഡ് ഫോർ മണിയിലാണ് ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവും, ദെൻ പ്രിക്കോഷണറി മോട്ടീവ്, അങ്ങനെ പറയുന്ന 3 മോട്ടീവുകൾ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നിടത്ത് M1, M2, M3, M4 അങ്ങനെ കാറ്റഗറൈസേഷൻ, അല്ലേ. M1 എന്ന് പറയുന്നത് കറൻസി പ്ലസ് ഡിമാൻഡ്, അങ്ങനെ പറയുന്ന ആ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ആ ചാപ്റ്ററിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് വരുന്ന റിസർവ് ബാങ്ക്, സെൻട്രൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, കമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ്, മോണിറ്ററി പോളിസി, ഇപ്പോൾ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, മോറൽ സുവേഷൻസ്, ഡയറക്റ്റ് ആക്ഷൻസ്, അങ്ങനെ പറയുന്നതൊക്കെ മോണിറ്ററി പോളിസിയാണ്, മണി റിലേറ്റഡ് പോളിസി. അത് RBI എടുക്കുന്നതാണ്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ ഇതിനൊക്കെ മറികടക്കുന്നതിന് വേണ്ടി, ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് മോണിറ്ററി പോളിസി ഉണ്ടാവുക. ഇപ്പോൾ ഇൻഫ്ലേഷണൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ബാങ്ക് റേറ്റ് എന്നുള്ളത് വല്ലാതെ ഉയർത്തും. കാരണം രാജ്യത്ത് പണപ്പെരുപ്പമാണ്, ഇനി ആളുകളുടെ കൈവശം പണം വരരുത്. അപ്പോൾ റിസർവ് ബാങ്ക് റേറ്റ് ഉയർത്തും, അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും, ആളുകൾക്ക് കൂടുതൽ ലോൺ വലിയ ബാധ്യതയായി മാറും. അതുകൊണ്ട് ലോൺ എടുക്കുന്നതിൻ്റെ അളവ് കുറയും. എന്നാൽ ഡീഫ്ലേഷൻ സ്റ്റേജിൽ ബാങ്ക് റേറ്റ് കുറക്കും. അതുപോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ട്രഷറി ബില്ലുകളും മറ്റുമൊക്കെ ജനങ്ങളിലേക്ക് ഇറക്കി കൊടുത്ത് അവിടെ നിന്ന് പണം കളക്ട് ചെയ്യുക ഇൻഫ്ലേഷൻ സമയത്ത്. ഡീഫ്ലേഷൻ ആണെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ പറയുന്ന മോണിറ്ററി പോളിസിയും ഉണ്ട്. അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നിടത്ത് പിന്നെ തുടക്ക ഭാഗത്ത് മണി, അതിൻ്റെ ഇവല്യൂഷൻസ്, ബാർട്ടർ സിസ്റ്റം, അതിൻ്റെ ഡിഫിക്കൽട്ടീസ്, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വേണം പോകാൻ. നമുക്കിനി പ്രധാനമായിട്ട് മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററുകളിൽ നിന്ന്, ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന്
പ്രധാനമായിട്ടും ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിനെ നമുക്ക് ആൻസർ ചെയ്യുന്നതോടുകൂടി ആ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തമാക്കാം. ഇവിടെ നമുക്ക് സ്ക്രീനിലൂടെ അത് ചെയ്യാം. മൈക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റും, അതുപോലെ മാക്രോ എക്കണോമിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. ഈ രണ്ട് ചാപ്റ്ററുകളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളിലൂടെ നമ്മൾക്ക് അതിന് ആൻസർ ചെയ്തുകൊണ്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കാം. മുൻ വർഷങ്ങളിൽ വന്ന ഒരു ചോദ്യം ഇതാണ്: കംപ്ലീറ്റ് ദ ഷെഡ്യൂൾ ഗിവൺ ബിലോ. ഇവിടെ ലേബർ തന്നിട്ടുണ്ട്, ടോട്ടൽ പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. ലേബർ യൂണിറ്റ് ആണ് 0, 1, 2, 3, 4, 5, 6. ടോട്ടൽ പ്രോഡക്റ്റ് തന്നിരിക്കുകയാണ് 0, 3, 10, 18, 24, 29, 33. ഇനി അവിടെ ഫില്ല് ചെയ്യാൻ പറയുന്നത് മാർജിനൽ പ്രോഡക്റ്റ്, അതുപോലെ ആവറേജ് പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവണം. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അഡീഷണൽ പ്രോഡക്റ്റ് ഡിറൈവ്ഡ് ഫ്രം എൻ അഡീഷണൽ യൂണിറ്റ്, അല്ലേ? ഒരു അധിക യൂണിറ്റ് തൊഴിലാളി വരിക വഴി മൊത്തം ഉൽപ്പാദനത്തിലുണ്ടായ അധിക യൂണിറ്റിനെയാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ഇവിടെ തന്നെ ശ്രദ്ധിച്ചു നോക്കാം. ഒറ്റ തൊഴിലാളി ഇല്ലാത്തപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഇല്ല. ഒരു തൊഴിലാളി വന്നപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 3 ആണ്. അവിടെ തൊട്ട് മുന്നേ എന്താ സംഭവിച്ചത്? ഒറ്റ തൊഴിലാളി ഇല്ല, അവിടെ ഒരു തൊഴിലാളി വന്നപ്പോൾ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ചത് 3. അപ്പോൾ അധികമായി കിട്ടിയത് 3 ആണ്. മാർജിൻ പ്രോഡക്റ്റിൽ കൊടുക്കുക. ഇനി 2 തൊഴിലാളിയായപ്പോൾ, ലേബർ 2 പേരായപ്പോൾ, ആദ്യത്തെ ഒരാൾ 3 ആണ്, 2 പേരും കൂടിയിട്ട് ഉൽപ്പാദിപ്പിച്ചത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ 10 - 3 അല്ലേ? അപ്പോൾ 7 കിട്ടും. ഇനി തൊട്ടടുത്ത കോളം നോക്കുക. 3 തൊഴിലാളി വന്നപ്പോൾ 3 പേരും കൂടി ഉൽപ്പാദിപ്പിക്കുന്നത് മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ മൂന്നാമത് വന്ന ആൾ, 2 പേര് 10 ആണ്, 3 പേര് 18 ആണെങ്കിൽ 18 - 10, അപ്പോൾ 8 എന്നുള്ളത് കിട്ടും. അതിന് നേരെ അങ്ങനെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്ന ടോട്ടൽ പ്രോഡക്റ്റ് മൈനസ് തൊട്ട് മുന്നത്തെ ടോട്ടൽ പ്രോഡക്റ്റ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്തായി കിട്ടുന്നത്? മാർജിനൽ പ്രോഡക്റ്റ് എന്നുള്ളത് കിട്ടുക. അപ്പോൾ ആ രീതിയിലാണ് അതിനെ ആൻസർ ചെയ്ത് പോവുക. പിന്നെ ആവറേജ് പ്രോഡക്റ്റിൻ്റെ ഒരു കോളം ഉണ്ട്. ആവറേജ് പ്രോഡക്റ്റ് കാണാൻ എളുപ്പമാണ്. ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ലേബർ യൂണിറ്റ്സ് കൊടുത്താൽ മതി. ഇവിടെ 0/0, 3/1, 10/2 അല്ലേ, 18/3, 24/4 ആ കിട്ടുന്ന വാല്യൂസ് അവിടേക്ക് പ്ലോട്ട് ചെയ്താൽ മതി. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എക്സ്പ്ലെയിൻ ദ 3 laws ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇത് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ലോങ് റൺ പ്രൊഡക്ഷൻ ആണ്. റിട്ടേൺസ് ടു എ ഫാക്ടർ ആണെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. റിട്ടേൺസ് ടു എ ഫാക്ടർ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ്, അങ്ങനെയൊക്കെ ആ പേരുണ്ട്. അത് ഷോർട്ട് റൺ ആണ്. ഇത് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ലോങ് റൺ പ്രൊഡക്ഷൻ ആണ്. ദീർഘകാലയളവിൽ ഒരു ഉൽപ്പാദകൻ തൻ്റെ ഉൽപ്പാദന ഘടകങ്ങളെല്ലാം മാറ്റം വരുത്തി ഉൽപ്പാദനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഔട്ട്പുട്ട് ഇൻക്രീസിങ് ആയിട്ട് ലഭിക്കും. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആകുന്നു, അടുത്ത ഘട്ടത്തിൽ ഡിമിനിഷിങ് ആകുന്നു. ഈ 3 ഘട്ടങ്ങളാണ് അവിടെ ഉള്ളത്. അതായത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ. തോതനുസരിച്ച്, അതായത് 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ 20 യൂണിറ്റ് ഔട്ട്പുട്ട് ലഭിക്കുന്നു. 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ 10 യൂണിറ്റ് തന്നെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ 5 യൂണിറ്റോ അല്ലെങ്കിൽ 8 യൂണിറ്റോ ആയിട്ട് ഔട്ട്പുട്ട് എന്നുള്ളത് അതിൻ്റെ റിട്ടേൺസ് ലഭിക്കുമ്പോൾ ഈ പറയുന്ന ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ദെൻ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഇതാണ് ആ 3 ലോസ് എന്ന് പറയുന്നത്. ഇത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഡയഗ്രാം ഉണ്ട് അല്ലേ? ദ ഡയഗ്രാം ഷോയിങ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് SAC കർവ് ഈസ് ഗിവൺ ബിലോ. ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് തന്നിരിക്കുകയാണ്. Y ആക്സിസിലാണ് കോസ്റ്റ് കൊടുത്തിട്ടുള്ളത്, X ആക്സിസിൽ ഔട്ട്പുട്ടും. ഇതിന് ഒരു ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ ആ ഒരു പ്ലോട്ട് ചെയ്ത് വരച്ചപ്പോൾ U ഷേപ്പിലായിട്ട് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്:
ഇൻകോർപ്പറേറ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ABC കർവ് ആൻഡ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് SMC കർവ് ഇൻ ദ ഡയഗ്രാം. ഇനി ഈ ഡയഗ്രത്തിലേക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും ഇതിലേക്ക് വരക്കാനാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു കർവ് വരക്കുമ്പോൾ അതിൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഇനി എങ്ങനെയായിരിക്കും, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് ഇവിടെ തന്നു കഴിഞ്ഞു. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ ഷേപ്പുകളാണ്, അതാണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്, അല്ലാതെ കറക്റ്റ് ഫിഗർ വെച്ചുകൊണ്ടല്ല. അപ്പോൾ ഇവിടെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് തന്നിരിക്കുകയാണ്. ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് ഇതിന് താഴെ നിന്ന് വന്ന് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ്. ആ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ കർവ്, ഇതിന് താഴെ സമാന്തരമായിട്ട് ഇതേ ഷേപ്പിൽ തന്നെ താഴെയായിട്ട് കിടക്കുന്നതാണ് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവിന് താഴെയായിട്ട് കിടക്കുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഈ 3 ഡയഗ്രാംസും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ കമ്പയർ ചെയ്യൽ എളുപ്പമാണല്ലോ. എന്താണ് ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും തുടക്കത്തിൽ അത് കുറഞ്ഞു വരുന്നു. ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ ഇത് രണ്ടും തുല്യമാകുന്നു. ആ ഇൻ്റർസെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വർദ്ധിക്കുന്നു, ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് കർവും വർദ്ധിക്കും. പക്ഷേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് വർദ്ധിക്കുന്നതിനേക്കാൾ ഇൻക്രീസിങ് തോതിലാണ് ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് എന്നുള്ളത് വർദ്ധിക്കുന്നത്. ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ പറയുമ്പോൾ ഉൽപ്പാദനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് കർവും കുറഞ്ഞു വരും. ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ ഈ 2 കോസ്റ്റുകളും തുല്യമാവും. അതാണ് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇൻ്റർസെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് അത് വർദ്ധിക്കും, പക്ഷെ അത് കുറഞ്ഞ രീതിയിലാണ് വർദ്ധിക്കുന്നത്. എന്നാൽ ഷോർട്ട് റൺ മാർജിൻ കോസ്റ്റ് കർവും വർദ്ധിക്കും, പക്ഷേ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് വർദ്ധിക്കുന്നതിനേക്കാൾ വർദ്ധിതമായ രീതിയിലാണത് വർദ്ധിക്കുക. അത് ആ ഡയഗ്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതാണ് അവിടേക്ക് എഴുതേണ്ടത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പീപ്പിൾ ഡിസയർ ടു ഹോൾഡ് മണി ബാലൻസ് മെയിൻലി ഫോർ 2 motives. എക്സ്പ്ലെയിൻ ദീസ് 2 motives. ഇത് മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നിടത്ത് 2 motives പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ മോട്ടീവും സ്പെക്കുലേറ്റീവ് മോട്ടീവ്സും. പ്രിക്കോഷണറി മോട്ടീവ്സ് കൂടിയുണ്ട്. പക്ഷേ ഇക്കണോമിക് ആസ്പെക്ട്സിൽ ട്രാൻസാക്ഷൻ മോട്ടീവും ഡേ ടു ഡേ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ പണം കൈവശം വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അതൊരു പ്രേരകമാണ്. മറ്റൊന്ന് സ്പെക്കുലേറ്റീവ്, ഊഹക്കച്ചവടത്തിന് വേണ്ടി പണം അത് ലിക്വിഡായിട്ട് കയ്യിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ അതിനൊരു പ്രേരകമുണ്ട്. അതാണ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത്. ഈ 2 എണ്ണത്തിനെ കുറിച്ചാണ് അവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നതാണ് ഇൻഡയറക്ട്ലി ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു 1 word ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. M1 പ്ലസ് നെറ്റ് സേവിംഗ് ഡെപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഈസ്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് നമുക്ക് M3 എന്നുള്ളത് കിട്ടും. അപ്പോൾ M1 എന്ന് പറയുന്നത് M1 ഈസ് ഈക്വൽ ടു CU പ്ലസ് TD ആണ്. M2 അതുപോലെ M3 M4 ഇതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻ്റ് എന്നുള്ളത് കൃത്യമായിട്ട് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നിടത്ത് നോക്കി വെക്കണം. മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് TFC കർവ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ ആണോ, ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണോ, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണോ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ? ഉൽപ്പാദനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങുകയും ഉൽപ്പാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് മാറ്റമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ചിലവിനെയാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. അങ്ങനെയാവുമ്പോൾ അത് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്, എക്സ് ആക്സിസിന് പാരലലായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ കാണുന്നത്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിലെ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പറയാനാണ്. അത് തന്നെയാണ് അതിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നിടത്ത് പറഞ്ഞു കഴിഞ്ഞത്. ലോങ് റൺ എന്ന് പറയുന്നത് ഒരു ഉൽപ്പാദകനെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പാദന ഘടകങ്ങൾ എല്ലാം മാറ്റം വരുത്തിക്കൊണ്ട്, എല്ലാ ഉൽപ്പാദന ഘടകങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപ്പാദനം മാറ്റാൻ സാധിക്കുന്ന ആ കാലയളവിനെയാണ് ലോങ് റൺ എന്ന് പറയുക. അവിടെയാണ് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നിടത്ത് പറഞ്ഞത്. ഒരു ലോങ് റണ്ണിൽ ഒരു ഉൽപ്പാദകൻ ഉൽപ്പാദന ഘടകങ്ങൾ മാറ്റം വരുത്തി
ഉൽപ്പാദനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആദ്യഘട്ടങ്ങളിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. തോതനുസരിച്ച് വർദ്ധിതമായ രീതിയിലുള്ള ഉൽപ്പാദനം ലഭിക്കും. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിലും ദെൻ ഡിക്രീസിങ് ഓർ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിലും. ഇതാണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ കണ്ടത്, പീപ്പിൾ ഡിമാൻഡ് മണി മെയിൻലി ഫോർ ടു മോട്ടീവ്സ്, ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. വൈ ഈ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ഇറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്. ഇവിടെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ഫോർ മണിയാണ്. ജനങ്ങൾ ട്രാൻസാക്ഷൻ മോട്ടീവിനും സ്പെക്കുലേറ്റീവ് മോട്ടീവിനും വേണ്ടിയാണ് പണം കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കുറവായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി കൂടുതലായിരിക്കും. കാരണം അതൊരു സ്പെക്കുലേഷനിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന രീതിയിൽ സ്പെക്കുലേഷൻ പർപ്പസിലേക്ക് അല്ലെങ്കിൽ സ്പെക്കുലേഷനിലേക്ക് എമൗണ്ട് പൂൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് തന്നെ സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കേണ്ട. കാരണം ആ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് ആയിട്ട് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയെ ഇൻട്രസ്റ്റ് റേറ്റും സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണിയും ഇൻവേഴ്സ് റിലേഷൻഷിപ്പായിട്ട് ആ ഡയഗ്രാം കാണിച്ചിരുന്നത്. അവിടെയാണ് ലിക്വിഡിറ്റി ട്രാപ്പിനെ കുറിച്ചും പറഞ്ഞിരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഘട്ടം വരെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും സ്പെക്കുലേഷൻ പർപ്പസിന് വേണ്ടി ആളുകൾ കൂടുതൽ പണം ഇങ്ങനെ ഡിമാൻഡ് ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറയുമെന്ന് കരുതിയിട്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയില്ല. അത് എക്സ് ആക്സിസിന് ഇങ്ങനെ പാരലലായിട്ട് ഇങ്ങനെ ഒരേ ഇൻട്രസ്റ്റ് റേറ്റിൽ പോകും. പക്ഷെ ആ സമയത്ത് സ്പെക്കുലേഷന് വേണ്ടി കൂടുതൽ പണം ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് കരുതിയിട്ട്. അങ്ങനെ അവിടെ ഒരു ട്രാപ്പിൽ എത്തിച്ചേരുന്നതാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ടൂൾസ് അവൈലബിൾ ടു ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ കൺട്രോളിംഗ് മണി സപ്ലൈ. എക്സ്പ്ലെയിൻ. ഇത് ഒരു ഔട്ട് ഓഫ് ഫോക്കസ് ഭാഗത്ത് നിന്നുള്ളതാണ്. എന്നാൽ പല പ്രാവശ്യം ചോദിച്ച ചോദ്യമാണ്. മോണിറ്ററി പോളിസി, അവിടെയാണ് ബാങ്ക് റേറ്റ്. ഈ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് മണി റിലേറ്റഡ് പോളിസിയാണ്. റിസർവ് ബാങ്ക് ആണ് അത് എടുക്കുന്നത്. ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ അങ്ങനെ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസിൽ നിന്ന് ഇക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എടുക്കുന്നതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ അവിടെ ബാങ്ക് റേറ്റ് ഉണ്ട്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റുകൾ, അതുപോലെ റിസർവ് റേഷ്യോസ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, സ്റ്റെറിലൈസേഷൻസ്, അങ്ങനെ പറയുന്ന മോറൽ സുവേഷൻസ്, അങ്ങനെ പറയുന്നതൊക്കെയാണ് മോണിറ്ററി പോളിസി ആയിട്ട് പറയുന്നത്. ഇപ്പോൾ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. ഇപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അത് സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം നൽകുമ്പോൾ അതിന്മേൽ ചുമത്തുന്ന ഇൻട്രസ്റ്റ് ആണ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കമേഴ്ഷ്യൽ ബാങ്കുകൾ ഏൺ ചെയ്യാണ്. കമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ റിസർവ് ആയിട്ടുള്ള പണം റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് ഏൺ ചെയ്യുന്നതാണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. പിന്നെ റിസർവ് റേഷ്യോ ഉണ്ട്. ഒരു ബാങ്ക് അവിടെ ലഭിക്കുന്ന നിക്ഷേപങ്ങളിൽ ഇത്ര ശതമാനം റിസർവ് ചെയ്തു വെക്കണം. അത് സെൻട്രൽ ബാങ്ക് പറയും. ഇപ്പോൾ രാജ്യത്ത് ഇൻഫ്ലേഷൻ ആണെങ്കിൽ, പണപ്പെരുപ്പമാണെങ്കിൽ ഇനി ഇക്കോണമിയിലേക്ക് പണം ഇറങ്ങരുത്. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളോട് റിസർവ് റേഷ്യോ കൂട്ടാൻ പറയും. അവിടെ ലഭിക്കുന്ന ഡെപ്പോസിറ്റിൽ കൂടുതൽ ഭാഗവും അവിടെ തന്നെ റിസർവ് ആയിട്ട് വെക്കണം, ലോണുകളായിട്ട് കൊടുക്കരുത്. കാരണം ഇക്കോണമിയിൽ പണപ്പെരുപ്പമുണ്ട്. ഇനിയും അവിടേക്ക് സർക്കുലേഷൻ എത്തിക്കഴിയുമ്പോൾ സാധനങ്ങളുടെ പ്രൈസ് ഷൂട്ട് ചെയ്യും. അതിനെ അങ്ങനെ നിയന്ത്രിക്കുക. അതുപോലെ റിപ്പോ റേറ്റിലൂടെയും റിവേഴ്സ് റിപ്പോ റേറ്റുകളിലൂടെയും ഒക്കെ ഇക്കോണമിയിലേക്ക് പണം ഒഴുകുന്നതിനെ തടയുന്ന ഇതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ജനങ്ങളിൽ നിന്ന് പണം ഇങ്ങോട്ട് ബാങ്ക് സ്വീകരിക്കുക, ട്രഷറി ബില്ലുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിൽ നിക്ഷേപിപ്പിക്കുക പണം. അങ്ങനെ അവിടെ നിന്ന് പൊതുജനങ്ങളിൽ നിന്ന് പണം ബാങ്ക് ഇങ്ങോട്ട് സ്വീകരിക്കും. നാണ്യ ചുരുക്കം ഉണ്ടാവുമ്പോൾ, ഡിഫ്ലേഷൻ സമയത്ത് ഈ പറയുന്ന ട്രഷറി ബില്ലുകളും മറ്റുമൊക്കെ ജനങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങി പണം അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് പണം ഇങ്ങോട്ട് ബാങ്കുകളിലേക്കും ബാങ്കുകളിൽ നിന്ന് പണം അങ്ങോട്ടും ഇറക്കുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അതുപോലെ സ്റ്റെറിലൈസേഷൻ, ഫോറിൻ കറൻസീസും അതുപോലെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഷോക്കുകളൊക്കെ ട്രീറ്റ് ചെയ്യുന്നതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്ലക്ച്വേഷൻസൊക്കെ മറികടക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ മോണിറ്ററി പോളിസി എന്ന് പറയുന്നിടത്ത് ബാങ്ക് റേറ്റ്, അതിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, അതുപോലെ മോറൽ സുവേഷൻസ്, ഡയറക്റ്റ് ആക്ഷൻസ്, റിസർവ് റേഷ്യോസ്, സ്റ്റെറിലൈസേഷൻസ്, ഇതൊക്കെയാണ്
ഇതിൽ മോണിറ്ററി പോളിസി ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ളതായിരുന്നു. ഇവിടെ യൂണിറ്റ് തന്നിട്ടുണ്ട് 0 to 6 വരെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുക ഇത് ഷോർട്ട് റണ്ണിലെ കോസ്റ്റ് ആണെന്നുള്ളത്. വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട്. ഇനി ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കാണാൻ പറയുകയാണ്. അധിക യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അധികമായി വന്ന ചിലവാണ്. 0 യൂണിറ്റ് ആകുമ്പോൾ 100 അധികമായിട്ട് ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നപ്പോൾ 200 ടോട്ടൽ കോസ്റ്റ്. 200 - 100 അതിന് നേരെ 100 എന്നുള്ളത് കൊടുക്കുക. അതാണ് മാർജിനൽ കോസ്റ്റ്. 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നപ്പോൾ 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വന്ന മൊത്തം ചിലവ് 250. 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ 200, 2 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ മൊത്തം വന്ന ചിലവ് 250 ആണെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് അധികമായി വന്ന രണ്ടാമത്തെ യൂണിറ്റ് മാത്രം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്ന ചിലവ് 50 രൂപയാണ്. 250 - 200. അങ്ങനെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ സാധിക്കും. ദെൻ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. 100 ഡിവൈഡഡ് ബൈ 0, 200 ഡിവൈഡഡ് ബൈ 1, 250 ഡിവൈഡഡ് ബൈ 2, 450 ഡിവൈഡഡ് ബൈ 3. അങ്ങനെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഫില്ല് ചെയ്യാം. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. അങ്ങനെ നമുക്ക് എന്ത് കാണാം? ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഇവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ഡിവൈഡഡ് ബൈ 0. ദെൻ അടുത്തത് 100 ഡിവൈഡഡ് ബൈ 1. അടുത്ത കോളം 150 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ്. അങ്ങനെയാകുമ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റും കാണാൻ സാധിക്കും. അതിൽ തന്നെ കംപ്ലീറ്റ് ദ ടേബിൾ ആൻഡ് ഡ്രോ ദ SMC, SAC ആൻഡ് AVC കർവ്സ് ഇൻ എ സിംഗിൾ ഗ്രാഫ്. ഒറ്റ ഗ്രാഫിൽ തന്നെ SMC, SACയും AVCയും ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ Y ആക്സിസിൽ കോസ്റ്റുകൾ കൊടുക്കണം, X ആക്സിസിൽ യൂണിറ്റ്സും കൊടുക്കണം. വരച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട പോലെയുള്ള ഗ്രാഫാണ് ലഭിക്കുക. ആ ഷേപ്പായിരിക്കും അതിൽ ലഭിക്കുന്നത്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, അതുപോലെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മുൻവർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ആ ചാപ്റ്ററിലെ മറ്റു ഭാഗങ്ങളെല്ലാം പരിശോധിച്ച് ഫോക്കസ് ഏരിയയെ കൃത്യമായിട്ടെടുത്ത് അനാലിസിസ് നടത്തി അതോടൊപ്പം ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്നുള്ള ഭാഗങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ടുവേണം നമ്മൾ ഈ 2 ചാപ്റ്ററുകളുടെയും റിവിഷൻ പൂർത്തിയാക്കാൻ. നല്ല രീതിയിൽ അതിനെ പരിഗണിച്ച് അതിൽ നിന്ന് വരുന്ന ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനും നല്ലതുപോലെ എഴുതി ഫുൾ സ്കോറും നേടുന്ന ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മുടെ റിവിഷൻ പൂർത്തിയാക്കണം. സമാനമായിട്ടുള്ള രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെടണം. പരീക്ഷയിലേക്ക് പോകുമ്പോൾ, പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസിനെയും പരിചയപ്പെട്ട് അതിനെ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷാ ഹാളിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ ഒരു ഫുൾ സ്കോറും ഈ 2 ചാപ്റ്ററുകളിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് ഒരു ഫുൾ സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അടുത്ത ദിവസം നമുക്ക് മറ്റു 2 ചാപ്റ്ററുമായിട്ട് റിവിഷൻ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.